നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിൻ്റെ 3 PM ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ലൈവിലേക്ക് പോകാം. വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ്. അപ്പോൾ അതിനെപ്പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. ഞാനിവിടെ ഐ ബട്ടണിൽ ഒരു വീഡിയോ ഇപ്പോൾ തെളിഞ്ഞു വരും. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അതിനുശേഷം വിളിക്കാനായിട്ട് ശ്രമിക്കുക. എനിവേ, നമുക്ക് ലൈവിലേക്ക് പോവാം. ഓക്കെ, ഓൾറെഡി നല്ല രീതിയിലുള്ളൊരു കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ആദ്യം ഒരു ഡൗൺ വന്നു, അത് 24,240 സപ്പോർട്ട് എടുത്തു. അതായത് 1, 2, 3 സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയി നിൽക്കുന്നത്. അപ്പോൾ 3 മണിക്ക് മാർക്കറ്റ് ഇന്നലത്തെ പോലെ തന്നെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഭാഗത്ത് മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കാം, ഇല്ലെങ്കിൽ ടോപ്പിലേക്ക് ഈ ഒരു 24,360 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോകാം. ഓക്കെ, രണ്ട് നല്ല മൂവ്മെൻ്റ് ആയിരുന്നു മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്, 40 മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. 15 മിനിറ്റിലാണ് ആ സപ്പോർട്ട് എടുക്കുന്നത്. ആ സപ്പോർട്ട് 53 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 80-90 ഭാഗത്തേക്കായിരിക്കും വന്ന് നിൽക്കുന്നത്. അവിടെ ചെറിയൊരു മടക്ക് വന്നിട്ടുണ്ട്. അതൊരു ബെറ്റർ ആയിട്ടുള്ളൊരു കൺസോൾട്ടേഷൻ വന്ന് വല്ല ഡെൽറ്റ വാല്യൂ കുറഞ്ഞിട്ട് മാർക്കറ്റ് ഫാളായാലുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അതൊരു റിവേഴ്സ് സൈനാണ്. പോരാത്തതിന് 2 മിനിറ്റിലും സ്റ്റിൽ RSI ഡൗൺ സൈഡാണ്. 5 മിനിറ്റിൽ സി ഓൾറെഡി ഡൗൺ സൈഡിലേക്കാണ്. 198 ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. 198 200 198.44 ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ആ സപ്പോർട്ട് നേരെ ബ്രേക്ക് ചെയ്താൽ പ്രീവിയസ് ആയിട്ടുള്ള കുറച്ച് സപ്പോർട്ടിലാണ് അത് ഇപ്പോൾ വിക്കടിച്ച് നിൽക്കുന്നത്. ഞാനിപ്പോൾ ഫാസ്റ്റായിട്ട് പറയുന്നത് ഏത് നിമിഷം ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു വിക്ക്, ഇത്രയും വിക്കിൻ്റെ അവിടെയാണ് ഇപ്പോൾ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 157 മാർക്കറ്റ് ഫാളാവും. അപ്പോൾ അത് ആ സ്ട്രൈക്ക് അവിടെ അങ്ങനെ നിൽക്കട്ടെ. ആ സ്ട്രൈക്കിൽ നമുക്ക് വേറൊരു നല്ല സ്ട്രൈക്ക് നോക്കി എടുക്കാം. ഒരു കുറഞ്ഞ സ്ട്രൈക്ക് 102 സ്ട്രൈക്ക് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് ഒരു മോർണിംഗ് സ്റ്റാർ പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 മണിയുടെ ക്യാൻഡിൽ ഇവിടെ നിന്ന് അപ്പിലേക്ക് പോയാൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 33 33 ആ ഒരു റേഞ്ചാണ്. 15 മിനിറ്റ്സിൽ തന്നെ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയും. ഇതൊരു നല്ല സ്ട്രൈക്കാണ്. അതുകൂടാതെ നമുക്കൊരു സ്ട്രൈക്കും കൂടി ഇത്തിരിയുടെ ഡെൽറ്റ വാല്യൂ കൂടുതലുള്ളത്, അതും നമുക്കൊരെണ്ണം സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചാലും പിന്നെ ഉള്ള സ്ട്രൈക്ക് ഓൾറെഡി ഓൾമോസ്റ്റ് എല്ലാം 0 ആയിട്ട് നിൽക്കുകയാണ്. ബെറ്റർ അത് മാത്രമേ ഉള്ളൂ. മാർക്കറ്റ് 52 അത് നമുക്ക് 5 മിനിറ്റിലേക്കൊന്ന് ഡൈവർജൻസ് ആയിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 5 മിനിറ്റിൽ 58 ഒരു റിജക്ഷൻ സോണായിട്ട് മാർക്കറ്റിൽ നിൽക്കുന്നത്. 3 മണിക്ക് അല്ലെങ്കിൽ അതിനവിടെ ഒരു ചെറിയൊരു സ്ട്രഗിൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു 56.73 58.95 അതൊരു റിജക്ഷൻ ഏരിയ ആണ്. അപ്പോൾ ആ റിജക്ഷൻ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 78 107 എഗെയിൻ മാർക്കറ്റ് മൂവ് ചെയ്യും. മാർക്കറ്റ് ഒരുവിധം ഇന്ന് നല്ല രീതിയിലുള്ള ടാർഗറ്റൊക്കെ ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ വ്യൂ ഒക്കെ ഓൾമോസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ വ്യൂ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. അതിനകത്ത് ഒരു വ്യൂ ഉണ്ടായിരുന്നത് ഇതാണ്. അതായത് 140 ബ്രേക്ക് ചെയ്താൽ 195 വരെ പോകാമെന്നുള്ളൊരു വ്യൂ ആയിരുന്നു. ആ വ്യൂ 140 ബ്രേക്ക് ചെയ്തിട്ട് 190 വരെ ഓൾമോസ്റ്റ് പോയിട്ടുണ്ട്. ഓക്കെ, 55 ആയിട്ടുണ്ട്. 56.66 57.84 അവിടെ ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് സ്മൂത്തായിട്ട് മുകളിലോട്ട് മാർക്കറ്റ് പോകും. ഏകദേശം അതിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. ഈ ഡെൽറ്റ വാല്യൂവിൻ്റെ ചെറിയൊരു കൺസോൾട്ടേഷൻ ടൈമിൽ ഈ
ഡെൽറ്റ വാല്യൂ കുറയും. അങ്ങനെ വരുമ്പോൾ ടൈം ഡീക്കെ വരുന്നതുകൊണ്ടാണ് 56.65 റീച്ച് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുന്നത്. അതേപോലെ തന്നെ ഇതൊരു സപ്പോർട്ട് സോണുമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അടുത്ത ഡയറക്ഷനുള്ള പൊസിഷനാണിത്. മുപ്പത്തൊമ്പതിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാലാണ് മെൽറ്റിങ്ങിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ. ഇവിടെ 120 മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സിയിൽ മാർക്കറ്റിലൊരു മൂവ്മെൻറ്റും ഉള്ളൂ. ഏകദേശം അത്ര കണ്ണിങ് ആയിട്ട് കിട്ടിയിട്ടില്ല, 57 മാർക്കറ്റ് കിട്ടിയിട്ടില്ല. ഡെൽറ്റ വാല്യൂ അല്ലെങ്കിൽ ടൈം ഡീക്കെ വരുന്നതുകൊണ്ടുള്ള ഇഷ്യൂ കൊണ്ടാണ് അത് എത്താത്തത്. കാരണം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ക്യാൻഡിലാണ് ശരിക്കും ഇവിടെ കൺസോൾട്ടേഷൻ ആയിരിക്കണം. ഈ 11 ക്യാൻഡിൽ ഒരു 3-4 ക്യാൻഡിലെങ്കിലും മൂവ് ചെയ്തിരുന്നെങ്കിൽ മേ ബി 78 മാർക്കറ്റ് വന്നേനെ. $115 ഈ കൺസോൾട്ടേഷൻ സോണാണ്. ഈ 120 ബ്രേക്ക് ചെയ്യാതെ നമ്മൾ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കാര്യമില്ല. ജസ്റ്റ് മിസ്സാണ്, ഒരു പോയിന്റിനാണ് ടാർഗറ്റ് മിസ്സായത്. ഇനി ഇവിടെ നല്ല രീതിയിലുള്ളൊരു കൺസോൾട്ടേഷൻ ആയിരിക്കും. ഇനി 3 മണി ഇവിടെ 40 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് താഴത്തോട്ട് പോകുള്ളൂ. നമ്മൾ വരച്ചതും കമ്പനി വരച്ചതും ഏതാണ്ടൊക്കെ ഒരേ ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇനിയൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഉണ്ടായാലും മാക്സിമം വരാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിപ്പടിക്കാനുള്ളത് 33 മാത്രമേ ഉള്ളൂ. കാരണം ലെഫ്റ്റ് സൈഡിൽ സിയുടെ ക്യാൻഡിൽ 120 ടച്ച് ചെയ്ത് അങ്ങനെ നിൽക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ, 120 ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ പിയിൽ 33.60 ആണ് ഒരു റിജക്ഷൻ ഏരിയ എന്നുള്ളത്. നമ്മൾ ഇപ്പോൾ സൂം ഔട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മുട്ടിയത് പോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ചെറിയൊരു പോയിന്റിൻ്റെ വ്യത്യാസത്തിലാണ് നമ്മുടെ ടാർഗറ്റ് റീച്ച് ചെയ്യാതിരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതിലൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ അത് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടേക്കണ കാരണം അതിലൊന്നും കിട്ടിയിട്ടില്ല. ഈ 3 മണിയുടെ മൂവ്മെൻറ്റ് നമുക്ക് നോക്കാം. ഇതിൽ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സ്പൈക്ക് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 123 ബ്രേക്ക് ചെയ്താൽ 133 ഒരു സ്പൈക്ക് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വലിയ മൂവ്മെൻ്റ് ഒന്നും നമ്മൾ 3 മണിക്ക് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങളില്ല. ഇപ്പോഴും ക്യാൻഡിൽ ക്ലോസ് ആയിരിക്കുന്നത് 33.60. നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്യാൻഡിൽ മേ ബി ഇവിടെ നിന്ന് റിവേഴ്സ് ആകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇതിപ്പോൾ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് നമ്മൾ ഇറങ്ങിയാലും അടുത്ത ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആവാതെ നമുക്കൊരു മൂവ്മെൻറ്റ് പറയാൻ പറ്റില്ല. കാരണം അടുത്ത ടൈം ഫ്രെയിമിൽ ഇപ്പോഴാണ് ക്യാൻഡിൽ ഒരെണ്ണം ഓപ്പൺ ആയത്. ആ ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റ് ഡൗണിലേക്കാണെങ്കിലാണ് നമുക്ക് 123 മുതൽ 133 വരെയുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടുള്ളൂ. നേരെ മറിച്ച് ഇതിൻ്റെ ലോവിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ ഇത് തിരിച്ച് മുകളിലോട്ട് കയറിക്കഴിഞ്ഞാൽ 140-147 വരെ വീണ്ടും വരും. ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിനായിട്ടാണ് ആ പോയത്. അപ്പോൾ ഇവിടെയും മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണ്. ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 133 പോകത്തുള്ളൂ. ഈ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ്. കാരണം നമുക്ക് ഒന്നാമത് എക്സ്പയറി ആണ്. എക്സ്പയറിയിൽ മാർക്കറ്റ് വളരെ സ്പീഡായിട്ടായിരിക്കും. കാരണം നോർമലായിട്ടുള്ള ക്യാൻഡിലിൻ്റെ മൂവിനേക്കാളും അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും ഡി കെയിലേക്ക് മാർക്കറ്റ് പോകുന്നത്. ഇപ്പം നിൽക്കുന്ന ഈ ക്യാൻഡിലിൻ്റെ ഇപ്പോൾ നിൽക്കുന്നത് 32 നിൽക്കുന്നത്. അതിന് പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡിലിൻ്റെ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28. 4 പോയിൻറ്റിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ അത് 4 പോയിൻ്റ് താഴത്തോട്ട് ഫാളായി കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 125. ആ 125 ബ്രേക്ക് ചെയ്താൽ 133 മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവുന്നത്.
29, 31. അതൊക്കെ എപ്പോഴോ വരച്ചു വെച്ച ലൈനാണ്. പിന്നെ വര ഞാനവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇട്ടിരിക്കുന്നതാണ്. രണ്ട് 57 ഇനി 2:57 3 മണിക്കും ഇടക്ക് ഒരു കൺസോൾട്ടേഷൻ ആയിരിക്കും. ആ കൺസോൾട്ടേഷന് ശേഷമായിരിക്കും മാർക്കറ്റിൽ അടുത്തൊരു മൂവ്മെൻ്റ് ഉണ്ടാകുന്നത്. സാധിക്കത്തുള്ളൂ. നമ്മുടെ മണി മാനേജ്മെൻറ്റ് കറക്റ്റാണ്, നമ്മളുടെ തീരുമാനങ്ങൾ കറക്റ്റാണ്, അല്ലെങ്കിൽ നമ്മൾ എൻട്രി എടുക്കുന്ന ഒരു പൊസിഷൻ കറക്റ്റാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ലോസിനെ റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മളിവിടെ ഒരു എൻട്രി എടുത്തു, അത് 56 പോകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. അത് 56 അടുത്ത് വരെ ചെന്നിട്ട് തിരിച്ചു പോന്നു. അപ്പോൾ നമ്മൾ എടുത്ത എൻട്രി കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചു, അതിറങ്ങി. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ഒരു ക്യാൻഡിൽ ഫോം ആവാനായിട്ട് തീരുമാനിച്ചു. അതിൽ 33 ആ ഒരു എൻട്രി 28, 4 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചു. അപ്പോൾ ഇത് ഇവിടെ നിന്ന് കയറിപ്പോയാൽ അങ്ങ് കയറിപ്പോക്കോട്ടെ. ഇത് സ്റ്റോപ്പ് ലോസ് താഴത്തോട്ട് അടിക്കുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 133 ഒരു എൻട്രി ഏകദേശമൊക്കെ വരച്ചു വെച്ചെന്ന് മാത്രമേ ഉള്ളൂ, അത്ര അക്യുറസി ഒന്നും അല്ല. പക്ഷേ ആ 133.75 അല്ലെങ്കിൽ 133 ഉള്ള ആ ലെവലിലേക്ക് ഒരു എൻട്രി എടുക്കുമ്പോൾ നമുക്ക് എത്ര പോയിൻ്റ് കിട്ടും? പേടിച്ചുകൊണ്ടല്ല, കൺഫേം ആയിട്ട് നമ്മൾ ഉറച്ച വിശ്വാസത്തോടെ കൂടിയിട്ടാണ് നമ്മളൊരു എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ലോസ് നമുക്ക് ഈസി ആയിട്ട് റിക്കവർ ചെയ്ത് പ്രോഫിറ്റിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഹൈ ആണെങ്കിൽ തന്നെ 125. 125 ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് 130. അത് 132 വരെ ഓൾറെഡി ആ മാർക്കറ്റ് പോയിട്ടുണ്ട്. 2:59 3 മണിക്ക് 133 ബ്രേക്ക് ചെയ്താൽ അത് 130, 140 വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. 141 വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് ഒരു ട്രേഡ് അല്ലെങ്കിൽ സി അല്ലെങ്കിൽ ഒരു പി എടുത്തു വെച്ചിട്ടല്ല നമ്മളൊരിക്കലും ട്രേഡ് ചെയ്യേണ്ടത്. നമ്മൾ 2 ഓപ്ഷൻസും നമ്മൾ നോക്കണം. ഇത് നല്ലൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ എത്ര വരെ വരാം? 150 വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നിൽക്കുന്ന ലെവൽ ഒരു റെസിസ്റ്റൻ്റ് ഏരിയയിലാണ്. ആ പ്രീവിയസ് ആയിട്ടുള്ള ഈ ഒരു റെസിസ്റ്റൻ്റ് ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അവിടെ ഒരു സ്ട്രഗിളിങ് വരും. ആ സ്ട്രഗിളിങ്ങിനെ ഓവർകം ചെയ്ത് പോയാലാണ് മാർക്കറ്റ് 150 പോകത്തുള്ളൂ. ഇത് ഓൾറെഡി ഇന്നലെ ഒക്കെ വരച്ച് വെച്ച ലൈനായിരുന്നു. ഇന്ന് ഓൾറെഡി അതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടൊരു പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എത്ര പോയിൻ്റ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു? നോക്കിക്കേ, ഒരു മാർക്കറ്റ് നമ്മൾ കയറി, അത് കറക്റ്റായിട്ടൊരു ട്രിഗർ പ്രൈസിൽ ഇറങ്ങി, അതിനുശേഷം മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സായി, തിരിച്ചെങ്ങോട്ടാണ് മാർക്കറ്റ് പോകണമെന്ന് നോക്കിക്കേ. അപ്പോൾ കയറേണ്ട സ്ഥലത്ത് കയറാനും ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങാനും നമ്മൾ ശീലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റബിളാണ്. 125 കയറി 140 വരെ 15 പോയിൻ്റ് അവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു ട്രേഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുമ്പോൾ നമ്മളൊരു എൻട്രി നമ്മളെടുത്ത് വെച്ചാലും അത് സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ നമ്മളത് ഹോൾഡ് ചെയ്ത് താഴത്തോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ട്രേഡേഴ്സിൻ്റെ ഒരു അജണ്ട. അപ്പം നമ്മൾ ഇവിടെ ഒരു ലോസ് നമ്മൾ ഫേസ് ചെയ്താൽ ഓപ്പോസിറ്റ് നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കണം, ആ ലോസ് എങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ വ്യക്തമായിട്ടൊരു പ്ലാനിങ്. ഞാനും അതിൻ്റെ ആദ്യത്തെ നിങ്ങൾ ലൈവൊക്കെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ, അതായത് ലൈവിൻ്റെ വീഡിയോ അതിനു മുമ്പ് അപ്ലോഡ് ചെയ്യാത്ത ഒരുപാട് ലൈവുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാനും ഇങ്ങനെയായിരുന്നു, സി തന്നെ എടുത്തു വെക്കും അല്ലെങ്കിൽ പി തന്നെ എടുത്തു വെച്ചിട്ട് വൈകിട്ട് വരെ ഇരിക്കും. അത് ലോസാവും, പിന്നെ അടുത്ത എൻട്രി നോക്കും, അത് ലോസാവും, പിന്നെ അടുത്ത എൻട്രി നോക്കും. അങ്ങനെ നോക്കി അവസാനം എന്തു പറ്റി? ഇങ്ങനെ രണ്ടും കൂടെ സ്പ്ലിറ്റ് ചെയ്തിട്ടപ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ടെക്നിക്ക് പിടിച്ചിട്ട് ഒരു ലോസ് വന്നാൽ നമുക്കത് എങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കാനായിട്ട് പറ്റിയത്.
അപ്പോൾ 125 മുതൽ 137 വരെ മാർക്കറ്റ് പോയി. അവിടെ ഒരു റെസിസ്റ്റൻ്റ് ഏരിയ ആണെന്ന് നമുക്ക് മനസ്സിലായി. അവിടെ നിന്ന് മാർക്കറ്റ് നേരെ റിവേഴ്സായി. അത് 105 ഇപ്പുറത്ത് മുട്ടുമ്പോൾ ഇപ്പുറത്ത് എവിടെ മുട്ടണം? 47 മാർക്കറ്റ് മുട്ടണം. അപ്പോൾ ഇവിടെ 35 നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയാലും നമുക്ക് 47 റീ എൻട്രി ഉണ്ട്. കാരണം ഇവിടുത്തെ ആ ഒരു ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് വന്നത്. ഇവിടെ SMA കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തത് കൊണ്ടാണ് ഇവിടം വരെ മാർക്കറ്റ് വന്നത്. അപ്പോൾ അതിലെന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതിൻ്റെ ഹൈ 47 എന്തുകൊണ്ട് മുട്ടിയില്ല? ഇവിടെ PE 105.48 മുട്ടിയത് കൊണ്ടാണ് മാർക്കറ്റ് ഇവിടെ മുട്ടുന്നത്. അപ്പോൾ അത് ഇനിയും കയറി പോകണ്ടേ? കയറി പോകാനുള്ള ചാൻസസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ട്. നേരെ താഴത്തോട്ട് വന്ന് SMA ഇടിക്കാം, അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടം വരെ വരാം. എക്സ്പയറി ആയതുകൊണ്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എവിടം വരെ വരണം? ശരിക്കും 24,350 വരെ മാർക്കറ്റ് വരണം. 24,348 വരെ മാർക്കറ്റ് വരേണ്ടതാണ്. മാർക്കറ്റ് നിൽക്കുന്ന ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 24,400 വരെ പോകും. നല്ല രീതിയിൽ സെല്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മാർക്കറ്റ് ഈ ഒരു സ്ട്രഗിൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ മാർക്കറ്റ് ഒന്ന് മൂവ് ചെയ്യാനുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇത് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 67 ഫാളാവും. 67 ഫാളായാൽ ഇവിടെ ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞ 52 മഞ്ഞ ലൈനിലേക്ക് വീണ്ടും മുട്ടാൻ വേണ്ടി പോവുകയാണ്. ഇത്തവണയെങ്കിലും ഒന്ന് മുട്ടിയിരുന്നെങ്കിൽ നാണക്കേട് ഒഴിവാക്കായിരുന്നു. ആദ്യത്തെ ഒരു തവണ മുട്ടിയില്ല. ആ മുട്ടൽ ഒഴിവാക്കി പോയപ്പോൾ കോസ്റ്റ് ടു കോസ്റ്റിൽ ഇറങ്ങി രണ്ടാമതൊരു എൻട്രി ഇവിടെ എടുത്തു. അതിവിടെ ഓപ്പോസിറ്റ് പ്രോഫിറ്റാക്കി എടുത്തു. അതിനുശേഷം ഇത്തവണ 48 മുട്ടിയിട്ടുണ്ട്. 52 കൂടെ മുട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരാശ്വാസം എന്നുള്ള നിലയിൽ കാര്യങ്ങളൊക്കെ ഉഷാറാക്കാം. RSIയും 5 മിനിറ്റിൽ അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത്. 47.5 മാർക്കറ്റ് മുട്ടിയിട്ടുണ്ട്. നമ്മൾ ക്വിക്കായിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട് നമ്മൾ ശീലിക്കണം. അല്ലെങ്കിൽ രാവിലെ ടോസ് ചെയ്തിട്ട് ഹെഡാണെങ്കിൽ ഞാനിന്ന് C ആയിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യണത്, അല്ലെങ്കിൽ ടെയിലാണെങ്കിൽ ഞാനിന്ന് PE ആയിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യണത്. അങ്ങനെയൊന്നും പറ്റത്തില്ല. ഞാനൊരു കല്ലെടുത്ത് മുകളിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ അത് ഇടത്തോട്ടാണ് വന്ന് കുത്തണമെങ്കിൽ ഞാൻ CE. അതിലൊന്നും അങ്ങനെയുള്ള കുറേ മിത്തുകളുണ്ട് ആൾക്കാർ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. അതിലൊന്നും കാര്യമില്ല. നമ്മൾ ഒരു കോൺസെൻട്രേഷൻ ഇപ്പോൾ സിയിൽ മാർക്കറ്റ് മുകളിലോട്ട് വരും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ടാണ് ആ എൻട്രി നമ്മൾ പ്ലാൻ ചെയ്തത്. 4 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടത്. അപ്പോൾ അതിനിടയ്ക്ക് എന്താണ് സംഭവിച്ചത്? മാർക്കറ്റ് ഓപ്പോസിറ്റ് പോയി. പക്ഷേ ഞാൻ ആ CE അല്ലെങ്കിൽ PE എടുത്തത് മുകളിലോട്ട് പോകും, 4 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടു, ഞാൻ വിചാരിച്ച കാര്യങ്ങൾ നടന്നില്ല എന്നും പറഞ്ഞിട്ട് നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുകയല്ല അവിടെ ചെയ്തത്. അത് ലോസായി കഴിഞ്ഞു കഴിഞ്ഞാൽ സിയിൽ നമുക്കത് എങ്ങനെ ആ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ആ പോണ ലോസ് എങ്ങനെ റിക്കവർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പുറത്ത് പ്ലാൻ ചെയ്ത് 3 ലൈൻസ് വരച്ചു വെച്ചത്. അപ്പോൾ ഇത് ഒന്നെങ്കിൽ ഇത് 51.24 മുട്ടണം, ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത പരിപാടി നമുക്ക് നോക്കാം. 3.5 ആയി. അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടുത്തെ ആദ്യത്തെ കോസ്റ്റ് ടു കോസ്റ്റ് അടിച്ചു, രണ്ടാമത്തെ 4 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചു. അതിവിടെ 25 നിന്ന് 40 വരെ കിട്ടി. അപ്പോഴേ നമ്മൾ ഹിറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു ഇത് അവിടെ ഒരു റെസിസ്റ്റൻ്റ് ആണ്, പ്രശ്നമാണ്. അത് നേരെ ഇപ്പുറത്ത് എൻട്രി താഴത്തുനിന്ന് കിട്ടിയില്ലെങ്കിലും വിഷയമില്ല, താഴത്തുനിന്ന് എടുക്കണമെങ്കിൽ എടുക്കാമെന്ന് മാത്രമേ ഉണ്ടായുള്ളൂ. നമ്മുടെ 35 അല്ലെങ്കിൽ ആ ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയപ്പോൾ എന്തായാലും നമ്മൾ തീരുമാനിച്ചു ഇനി ഇത് മഞ്ഞ വരെ വന്ന് മുട്ടിയിട്ടേ വേറെ കാര്യങ്ങളുള്ളൂ. 51.27 49 ഒന്ന് മുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശമൊക്കെ ഒരു തീരുമാനമാക്കാം. 49.20 അങ്ങ് മുട്ടുന്നില്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10 11 എണ്ണത്തിൻ്റെ ലോവിലാണ് ഇപ്പോൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്യാനായിട്ട് മാർക്കറ്റ് നിൽക്കുന്നത്. ഈ 11 ക്യാൻഡിലിൻ്റെ ലോവിലാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ഒരു ഇത്തിരി അവിടെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. മേ ബി അവിടെ നിന്നൊരു ഡൗൺ വന്നാൽ മാർക്കറ്റ് 88 ഫാളാവും. ആ 88 ഫാളാവുമ്പോൾ ഇത് ഓൾമോസ്റ്റ് 51 അല്ലെങ്കിൽ ആ മഞ്ഞ വരെയിട്ട്
മുട്ടാനുള്ള ചാൻസ് ഉണ്ട്. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഡി കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് മാർക്കറ്റ് ഇവിടെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ആ പിയിൽ വേറൊരു പരിപാടി കാണിച്ചു തരാം. 24,350 സെവൻത്ത് എക്സ്പയറി, അടുത്ത ആഴ്ചത്തെ എക്സ്പയറിയിൽ മാറിപ്പോയി. അടുത്ത വീക്ക് എക്സ്പയറി പിയിൽ ഓൾറെഡി മഞ്ഞ വരയിലൊക്കെ നേരത്തെ മുട്ടി കഴിഞ്ഞേക്കണതാണ് പിയിൽ. ഈ ചിത്രം നിങ്ങളൊന്ന് കാണുക. അപ്പോൾ ഇന്നത്തെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ 90. നമ്മൾ ഏതായിരുന്നു സ്ട്രൈക്ക് എടുത്ത് മറന്നുപോയല്ലോ. 30 സംതിങ്ങിൻ്റെ ആയിരുന്നു. ഓക്കെ, 39. ഈ റെഡൊന്നും അത്ര വലിയ നന്നായിട്ട് നമ്മൾ കാണുന്നില്ല. അടുത്ത ക്യാൻഡിലും കൂടെ നോക്കാം. അപ്പോൾ മാർക്കറ്റ് നമ്മൾ പറഞ്ഞ ബോക്സിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടില്ല. അതേപോലെ തന്നെ ഈ രണ്ട് സ്ട്രൈക്കിൻ്റെ ഇടയിലാണ് മാർക്കറ്റ് ഇന്നിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണേ. ഇതിൻ്റെ ഇടയ്ക്ക് ഇനി ഒരു 3:20 ഇനി പോരല്ല. ഇൻട്രാഡേക്കാരൊക്കെ ഓൾറെഡി എക്സിറ്റായി പോയിട്ടുണ്ട്. ഇനി നാളത്തേക്കുള്ള BTST എടുത്തു വെക്കാനുള്ള തയ്യാറെടുപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ ആകെ എനിക്കുള്ളൊരു സങ്കടം എന്താണെന്ന് വെച്ചാൽ ഈ 46 മുട്ടിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. അത് മുട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴും വെയിറ്റ് ചെയ്യണത്. അതെനിക്ക് തോന്നുന്നത് 3:30ക്ക് മുമ്പ് അത് മുട്ടിയിരുന്നെങ്കിൽ ഒരു മാത്രം വെറുതെ നനച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിരിക്കുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ എക്സ്പയറി ഡേയിൽ 3 മണിക്കത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ സമയത്ത് ചെയ്യേണ്ടത് അതല്ല ചെയ്യേണ്ടത് ഈ ഇവിടെ എന്നിട്ടും ഇത് നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ്. ടുഡേ വീക്ക് എക്സ്പെഷൻ എപ്പോഴും അങ്ങോട്ടും മാറിപ്പോകണം. ടുഡേ വീക്ക് എക്സ്പയറി നോക്കിയ ഒരു ലൈൻ വന്നിട്ട് താഴത്തോട്ട് പോയി മേളിലോട്ട് പോയി ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നു. നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആ പ്രൈസ് തന്നെ നോക്കിയേ ഇപ്പോഴും താഴത്താണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ മറ്റേത് ആരും വിട്ടിട്ടില്ല. അപ്പോൾ സ്ട്രൈക്കിൻ്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. രണ്ടിനും രണ്ട് മൂവ്മെൻ്റാണ്. മുപ്പത്തി 6 30 36 30 ഒരു 3 പോയിൻ്റ് ഡി കെ വന്നാൽ 3 പോയിൻ്റ് പോവും. അതായത് നിലവിലുള്ള ക്യാൻഡിൽ ഇപ്പോൾ മാർക്കറ്റ് റൺ ചെയ്യണം 35-ലാണ്. നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോ 33.70 അപ്പോൾ 33.60 സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ ഒരു 3 പോയിൻ്റ് പോകും. ഡി കെ വരികയാണെങ്കിൽ അത് അടിച്ചു പോകും. അല്ലാന്നുണ്ടെങ്കിൽ അത് 44-ലേക്ക് പോകും. അത് 44-ലേക്ക് പോയാൽ ഇവിടെ എന്തായിരിക്കും സംഭവിക്കണേ? ഇതിൻ്റെ ഹൈ എത്രയാണ്? 121. 121-ന് മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ആയാൽ 125-ലേക്ക് പോകും. ഇപ്പോഴും പ്രതീക്ഷയുണ്ട് 35-ഉം 9 പോയിൻറ്റിൻ്റെ 3:30 വരെ സമയമുണ്ട്. 9 മിനിറ്റ് ഉണ്ട്. 3 ക്യാൻഡിലും ഉണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ ഇതിനിടക്ക് സംഭവിച്ച വേറൊരു മൂവാണ് ഇവിടെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ബോക്സ് ബ്രേക്ക് ചെയ്ത് 15 മിനിറ്റ്സിൽ ഇതിൽ മൂവ്മെൻറ്റ് കിട്ടി. ഇവിടെ മുകളിലോട്ട് പോയി കഴിഞ്ഞ് ഈ ഒരു മൂവ്മെൻറ്റ് കിട്ടി. പക്ഷേ നെക്സ്റ്റ് വീക്ക് എക്സ്പയറിയിലാണ് ഇവിടെ മൂവ്മെൻറ്റ് കിട്ടിയേക്കണേ. അപ്പോൾ അതുപ്രകാരം അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ നിഫ്റ്റിയുടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്.
അതായത് ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ട് 11/7/2024 നിഫ്റ്റി വ്യൂ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി വ്യൂ ഏതോ ഒരു വ്യൂവിൽ അവസാനം ഞാൻ ഇന്നലെ പ്രത്യേകിച്ചൊരു കാര്യം പറയുന്നുണ്ട്. ഇന്നത്തെ വ്യൂവിൽ 3:15 വരെ അതാത് ദിവസത്തെ എക്സ്പയറിയും 3 മണിക്ക് ശേഷം നെക്സ്റ്റ് വീക്കിൽ എക്സ്പയറി എടുത്തു കഴിഞ്ഞാൽ മൂവ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഇന്നലത്തെ വീഡിയോയിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്. ആ വീഡിയോ കാണാത്തവർ, ഇതിപ്പോൾ ഞാൻ ചുമ്മാ പറയുന്നതല്ല, ഞാനത് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ ഇന്നലത്തെ വീഡിയോയിൽ പ്രത്യേകം ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. 3 മണി വരെയും അതായത് കൺസോൾട്ടേഷൻ ആണെങ്കിൽ മാത്രം, കൺസോൾട്ടേഷനാണ് ഒരു കൺജസ്റ്റഡ് ഏരിയയിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീക്ക് എക്സ്പയറി നോക്കിയാലും കുഴപ്പമില്ല, മൂവ്മെൻറ്റ് കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ അങ്ങനെ സംഭവിച്ചാണ്. അപ്പോൾ ഒരു ഓപ്ഷൻ ട്രേഡിലേക്ക് വരുന്ന ആൾക്കാർ കയ്യിൽ കുറേ കാശുണ്ടെന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യും, വില കുറവാണെന്നും പറഞ്ഞിട്ട്, ഇത് മുമ്പും പല വീഡിയോയിലും ഞാൻ ചെയ്തിട്ടുള്ളതാണ്, വില കുറവാണെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ 16 രൂപയുടെ സാധനം അല്ലെങ്കിൽ 66 രൂപയുടെ സാധനം ഇഷ്ടം പോലെ കിട്ടുമെന്നും പറഞ്ഞിട്ടിരിക്കും. അത് മേടിച്ച് വെച്ച് അത് ശരിക്കും 75ൻ്റെ പൊക്കത്ത് പോയി മൂവ് ചെയ്യേണ്ട സാധനമാണ്, ഈ ഒരു ഹൈയുടെ പൊക്കത്താണ് നിൽക്കേണ്ടത്. അപ്പോൾ ആ 3 മണിക്ക് ശേഷമുള്ള മൂവ്മെൻറ്റിൽ സ്ട്രൈക്ക് മാറി എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് മാർക്കറ്റിൽ മൂവ്മെൻ്റ് എന്ന് നോക്കിയേ. 165 കഴിഞ്ഞ് ഹൈയും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഈ ഒരു വൈറ്റ് ഡോട്ടിലേക്ക് പോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്നപ്പോൾ പറഞ്ഞു മാർക്കറ്റ് ഒന്നെങ്കിൽ അപ്പിലേക്കോ അല്ലെങ്കിൽ ഡൗണിലേക്കോ ഒരു അൺവൈൻഡിങ്, അല്ലെങ്കിൽ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കും. നമ്മുടെ ബോക്സിൻ്റെ ടോപ്പ് എഡ്ജിലേക്കാണ് മാർക്കറ്റ് ഇടിച്ചു നിന്നത്. അപ്പോൾ ആ ടോപ്പ് എഡ്ജ് എങ്ങനെ ഉണ്ടായി, ഈ ടോപ്പ് എഡ്ജിൽ ഈ ബോക്സ് എവിടെ നിന്നുണ്ടായെന്ന് വെച്ചാൽ അത് രാവിലത്തെ ലൈവ് വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ ഒരു യെല്ലോ ലൈനിൻ്റെ ടോപ്പും ഈ ഒരു വയലറ്റ് ലൈനിൻ്റെ ബോട്ടവും കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു പ്രീവിയസ് ഹൈ ഉണ്ടല്ലോ, അതായത് ഫ്രൈഡേ 5-ാം തീയതിയിലെ ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു ലൈൻ വരച്ച് വെച്ചത്. ആ ലൈനിലേക്ക് പോയി ഇടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ അവിടെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ ഔട്ട്സൈഡായിട്ടുള്ള കുറേ കാര്യങ്ങൾ നോളജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമാണ് നമുക്ക്. ഇവിടെ നോക്കി, ഇവിടെ 34-ലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ നേരെ നെക്സ്റ്റ് വീക്ക് എക്സ്പയറിയിൽ ഏതെങ്കിലും ഒരു സ്ട്രൈക്ക് എടുത്തിട്ട് നോക്കിക്കേ, ആ ലോയും ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ അത് 14 ദിവസം കഴിഞ്ഞിട്ടുള്ള, അതായത് അതിൻ്റെ പിന്നത്തെ വ്യാഴാഴ്ചത്തെ ഓർഡർ എക്സിക്യൂട്ട് ചെയ്താലും അത് പ്രോഫിറ്റാണ്. അതായത് 310-ന്ന് 323 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എക്സ്പയറിയിൽ ഇനി അത് മേടിക്കാൻ ആളില്ല, ഇനി അത് മേടിച്ച് വെച്ചിട്ട് എന്താ കാര്യം, കൺജസ്റ്റഡ് ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് നോക്കിയേ. അപ്പോൾ നമ്മളിപ്പോൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ആ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോക്ക് ചെയ്യുന്ന നോളജും കൊണ്ട് ഇതിനകത്തോട്ട് വന്നിട്ട് കാര്യമില്ല. അപ്പോൾ ആ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഞാനും അക്കാര്യം മറന്നുപോയി എന്നുള്ളതാണ് സത്യം. ഇന്നലെ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യം 3 മണിക്ക് മുമ്പ് വരെ അതാത് എക്സ്പയറിയും കൺസോൾട്ടേഷൻ ആണെങ്കിൽ നെക്സ്റ്റ് വീക്ക് എക്സ്പയറി 3 മണിക്ക് ശേഷം എടുക്കുന്നതായിരുന്നു ബെറ്റർ. അതിന് ഒരു 2-3 ദിവസം മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എപ്പോഴും എക്സ്പയറി ഡേറ്റിൽ അടുത്ത ആഴ്ചത്തെ ഇതെടുത്തിട്ടാണ് ചെയ്യാറുള്ളതെന്ന് ഞാൻ ഇൻഡിവിജ്വലി പറയാറുള്ളതാണ്. അപ്പോൾ എനിവേ നെക്സ്റ്റ് വീക്ക് എക്സ്പയറിയിലാണ് മൂവ്മെൻറ്റ് ഉണ്ടായത്, അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ അത് വീഡിയോ കാണുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. പൈസ കുറവാണ് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കൂടുതൽ കാശുണ്ട്, അപ്പോൾ പൈസ കുറഞ്ഞുള്ള സ്ട്രൈക്ക് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് കോടീശ്വരനാവാം എന്നൊക്കെ വിചാരം ഉണ്ടെങ്കിൽ അതൊക്കെ തെറ്റാണ്. മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. വീഡിയോയിൽ നിന്നും പുതിയ 1-2 കാര്യങ്ങൾ ബിഗിനേഴ്സിന് ഈ ലാസ്റ്റ് സെക്ഷനിലൂടെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവിടെയും ഒരു സിയുടെ സ്ട്രൈക്ക് ഇടാം. ഇപ്പോൾ 24,300-ൻ്റെ സി നെക്സ്റ്റ് എക്സ്പയറിയാണ് ഇവിടെ കിടക്കണേ, അതായത് 7 ദിവസം അടുത്ത വ്യാഴാഴ്ചത്തെ എക്സ്പയറിയാണ് 24,300 കിടക്കണേ. അപ്പോൾ സാധാരണ ആൾക്കാർ എടുക്കുകയാണെങ്കിൽ 15 രൂപയുടെ സി എടുത്തു വെക്കും. അപ്പം അങ്ങനത്തെ കണക്കും പ്രകാരം 15 രൂപയുടെ സി എവിടെ പോകണമായിരുന്നു, ഇത് അടുത്ത ആഴ്ചത്തെ എക്സ്പയറി, ഇത് ഇപ്പം ലൈവിലെ എക്സ്പയറി. ആ മൂവ്മെൻറ്റ് നോക്കിയേ,
താഴത്തുനിന്ന് 103 ഒരു മൂവ്മെൻ്റ് ഉണ്ടായിട്ട് 182 വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതേ സ്ഥാനത്ത് ഈ 8 രൂപയുടെ സാധനം 40 വരെ വന്നിട്ടുണ്ട്, പിന്നെ വീണ്ടും 15 രൂപ പോയിൽ നിൽക്കുകയാണ്. അപ്പോൾ 2 വീക്കിലെയും എക്സ്പയറിയും തമ്മിൽ ആന ആടും പോലെ വ്യത്യാസമുണ്ട്. 33 മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇവിടെ ഒരു മൂവ്മെൻറ്റ് മേളിലോട്ട് വന്നപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് കണ്ടുകൊണ്ട് നമ്മൾ ആ എക്സ്പയർ പോയി എടുത്തിട്ട് കാര്യമില്ല. നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിച്ചാലേ നമുക്ക് പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടും, പുതിയൊരു കാര്യം അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം, അറിയാൻ പാടില്ലാത്ത ആളുകൾക്ക് ഇതൊരു അറിവായിട്ട് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എനിവേ, ഓൾ ദി ബെസ്റ്റ്.